റവ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണെന്ന്. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഒന്നല്ല കേട്ടോ. അധികം ചിലവൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. റവ ഒന്ന് നനയാനുള്ള വെള്ളം മതിയാവും. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു പഴം അരച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 ഏലക്കായും ഒരു നുള്ളു ഉപ്പും മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ പഴത്തിൻ്റെ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളം ചേർത്ത് വെച്ചിരുന്ന റവയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ രൂപത്തിലായിരിക്കണം, ഒരുപാട് ലൂസായി പോവരുത്. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ബദാമിന് പകരം തേങ്ങയോ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ആ കുഴി നിറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയൊന്നും വേണ്ട. ഞാനിവിടെ നെയ്യിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് റവക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. 5 മിനിറ്റിനെ തികച്ച് വേണ്ടി വരില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഒരുപാട് എണ്ണമെഴുക്കൊന്നും ഇല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്.